ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ മസാല ഷവായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല ഷവായ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം മാറ്റി വെക്കാം കേട്ടോ. അത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാനായിട്ടാണ്. പിന്നെ നിങ്ങൾക്കൊരു മസാല ഷവായ നല്ല സ്പൈസി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2-3 സാധാ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മിക്സി ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 10-15 അല്ലിയോളം വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു മുളകുണ്ടല്ലോ അത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല എരിവ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സാധാ വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് എരിവിലൊക്കെ ഉണ്ടോ അതുണ്ടാവുക. നല്ല എരിവൊക്കെ വേണമെങ്കിൽ വറ്റൽ മുളക് കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങ കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാല ഉണ്ടല്ലോ ഇതിന് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ അളവിലാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഇങ്ങനെ വാർത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് കൈകൊണ്ട് നല്ലോണമൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ ഒരു ചിക്കനിലൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മസാല പിടിക്കണ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ വെക്കണില്ല, ഒരു അരമണിക്കൂർ മാത്രമാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണത്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ അധികം ഇങ്ങനെ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു മസാല എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 വിസിലിനാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒക്കെ ആ ഒരു വേവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ വെക്കട്ടെ. ചിലപ്പോൾ ഒരു വിസിലൊക്കെ ഈ ഒരു ചിക്കനൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി. 2 വിസിലിന് ശേഷം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് അടിക്കൊന്നും പിടിക്കാണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, എന്നാൽ കൂടി അടിക്കൊന്നും പിടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിൽ ഈ ഒരു ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൂടെ എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടൊക്കെ അത് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് കുക്കറിലൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. പിന്നീട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ മുരിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ പീസുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേ പാനിലോട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാതും കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഒരു മസാല ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കുക്കറിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് കുറുകി വരാനൊക്കെ ആയിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് തിക്കായിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ ഒരു മസാല ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ചിക്കനും മസാലയൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ മസാല ഷവായ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ കഴിക്കണത്. നമുക്കിത് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്